warm welcome to all, respected principal, respected resource person participating in this online seminar, my dear colleagues, my dear fellow pharmacists, a warm welcome to you all. As we are all aware that we are all locked down due to the spread of the infectious disease COVID-19. On this occasion, National College of Pharmacy is conducting about the spread of the COVID-19 and its impact on the pharmacy profession. And as we know that we are all healthcare professionals, how we can fight against the spread of this infectious disease. Once again, I welcome all of you to this online seminar conducted by National College of Pharmacy. Thank you, Varma sir. Thank you so much. എല്ലാവർക്കും നമസ്കാരം. ഇമ്പാക്റ്റ് ഓഫ് COVID-19 ദ ഫാർമസ്യൂട്ടിക്കൽ പെർസ്പെക്റ്റീവ് എന്നാണ് നമ്മളുടെ ഇന്നത്തെ ടോക്ക് ഷോയുടെ പേര്. ഇതൊരു എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ ടോക്ക് ഷോ ആയിട്ട് കാണുക. കാരണം നമുക്ക് ലിമിറ്റഡ് റിസോഴ്സും ലിമിറ്റഡ് ടെക്നിക്കൽ സപ്പോർട്ടുമാണ് ഈ ലോക്ക്ഡൗൺ കാരണം ഉള്ളത്. നമ്മളോട് ഈ ടോക്ക് ഷോയിൽ പങ്കെടുക്കാമെന്ന് പലരും നമ്മളോട് ആ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ആദ്യമായി നമ്മളോട് സംസാരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് ശ്രീ നവീൻ ചന്ദ് സാറാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം. നാഷണൽ കോളേജ് ഓഫ് ഫാർമസി പ്രിൻസിപ്പൽ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, മറ്റ് മാനേജ്മെൻറ്റ് പ്രതിനിധികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. നാഷണൽ കോളേജ് ഓഫ് ഫാർമസി COVID-19 ഇമ്പാക്റ്റ് ഓൺ ഫാർമസി പ്രൊഫഷൻ എന്ന വിഷയത്തിൽ ഓൺലൈൻ ചർച്ച സംഘടിപ്പിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. ഈ പരിപാടിക്ക് സംസ്ഥാന ഫാർമസി കൗൺസിലിൻ്റെയും എൻ്റെയും എല്ലാവിധ ആശംസകളും ആദ്യമായി അർപ്പിക്കുകയാണ്. COVID-19 ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർ എന്ന നിലയിൽ ഫാർമസിസ്റ്റുമാർ അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ്. പക്ഷേ എന്തുകൊണ്ടോ എന്നറിയില്ല, ഫാർമസിസ്റ്റുമാർ പല സ്ഥലത്തും ഒരു അവഗണന നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങളുടെ ഈ ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഫാർമസിസ്റ്റിൻ്റെ സേവനം അത് വേണ്ടത്ര രീതിയിൽ പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ അധികാരികളോ മനസ്സിലാക്കിയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. നമുക്കറിയാം, പൊതുജനങ്ങളുടെ ഇടയിൽ ഫാർമസിസ്റ്റുമാരെക്കുറിച്ച് ഒരു മരുന്ന് എടുത്തു കൊടുപ്പുകാരൻ എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും മനസ്സിലാക്കിയില്ല എന്നത് ഒരു സത്യമാണ്. കാരണം നമ്മുടെ ഈ പ്രൊഫഷൻ, ഫാർമസി പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഫാർമസിസ്റ്റ്, ഈ ഒരു ഫാർമസിസ്റ്റ് എന്താണ് പഠിക്കുന്നത്, എന്താണ് ഡി ഫാം, എന്താണ് ബി ഫാം, അങ്ങനെ എം ഫാം എന്താണ്, അല്ലെങ്കിൽ ഫാം ഡി എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും തന്നെ നമ്മുടെ പൊതുസമൂഹത്തിന് അറിയില്ല എന്നതാണ് പൊതുവായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഡോക്ടർമാരിൽ നിന്നോ അല്ലെങ്കിൽ നേഴ്സുമാരിൽ നിന്നോ കിട്ടുന്ന സേവനം ഒരു ഫാർമസിസ്റ്റിൽ നിന്നും കിട്ടണം എന്നുള്ള ഒരു അവകാശബോധം നമ്മുടെ പൊതുസമൂഹത്തിന് ഇല്ലാതെ പോയത്. അതുകൊണ്ട് തന്നെ ഫാർമസിസ്റ്റിൻ്റെ സേവനത്തിന് മറ്റുള്ള ആശാ വർക്കർമാരെയും അല്ലെങ്കിൽ സെയിൽസ്മാൻമാരെയൊക്കെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. ഇപ്പം വിദ്യാർത്ഥികളായിട്ടുള്ള ഇവിടെയുള്ള എല്ലാവരും തന്നെ ഭാവിയിലെ ഫാർമസിസ്റ്റുമാരാകുന്നതാണ്. ഈ ഫാർമസി പ്രൊഫഷൻ എത്രമാത്രം നമുക്ക് പൊതുസമൂഹത്തിന് അനുകൂലമായി അല്ലെങ്കിൽ ഒരു സേവന തൽപരരാണ്, മരുന്നിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ചവരാണ്, ഇത് അറിയിക്കാനുള്ള ഒരു ബാധ്യത നമ്മുടെ ഫാർമസിസ്റ്റുമാർക്കുണ്ട്, പ്രത്യേകിച്ച് ഫാർമസി വിദ്യാർത്ഥികൾ. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നമ്മൾ മുൻകൈ എടുക്കണം. ഒരു ഫാർമസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻ്റ് കൗൺസിലിംഗ് എന്നുള്ള ഒരു പരമപ്രധാനമായിട്ടുള്ള ഒരു കർത്തവ്യം നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ആ കർത്തവ്യം നമ്മൾ വേണ്ടത്ര രീതിയിൽ നിറവേറ്റുമ്പോൾ സ്വാഭാവികമായും ഫാർമസിസ്റ്റ് ആരാണെന്നും ഫാർമസിസ്റ്റിൻ്റെ സേവനം എന്താണെന്നും പൊതുജനങ്ങൾ മനസ്സിലാക്കുകയും അത് ഭാവിയിൽ ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കണം എനിക്ക് മരുന്ന് നൽകേണ്ടത്, അല്ലെങ്കിൽ ഫാർമസിസ്റ്റിൽ നിന്ന് എല്ലാ മരുന്നിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണം എന്നുള്ളൊരു ബോധം നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നിങ്ങൾ മുൻകൈ എടുക്കണം. ഇത്തരം ചർച്ചകളൊക്കെ തന്നെ ആ നിലയിലേക്കുള്ള ഒരു കാൽവെപ്പായി മാറട്ടെ
എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ നന്ദി ശ്രീ നവീൻ ചന്ദ് സാർ ഞങ്ങളോട് കുറച്ച് സമയം ചെലവഴിച്ചതിന്. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ഫാർമസി കൗൺസിൽ രജിസ്ട്രാർ ശ്രീ രാജീവ് വി ആർ സാറാണ്. സാറിനെ ഇപ്പോൾ സാർ ഓഫീസിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ തിരക്കിലും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളും മറ്റും ദ്രുതഗതിയിൽ ഫാർമസി കൗൺസിൽ ഓഫീസ് ചെയ്യുന്നുവെന്നാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം നമുക്ക് കേൾക്കാം. ഈ ലോക്ക്ഡൗൺ കാലത്ത് പൊതുജനങ്ങൾക്ക് ഔഷധ ലഭ്യത സുഗമമായി അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഉറപ്പുവരുത്തുന്ന എൻ്റെ പ്രിയ ഫാർമസി സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അതുപോലെ ഈ ലോക്ക്ഡൗൺ കാലം സെൽഫ് മെഡിക്കേഷൻ്റെ ഒരു കാലം കൂടിയാണ്. പൊതുജനങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് മരുന്നെടുക്കാനുള്ള പ്രവണത കണ്ടുവരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഹൈഡ്രോക്സിക്ലോറോക്വിൻ പോലുള്ള മരുന്നുകൾ ധാരാളം സ്വന്തം നിലയ്ക്ക് എടുക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ അവസരത്തിൽ ഫാർമസിസ്റ്റുകൾ ഇത്തരം മരുന്നുകൾ വാങ്ങാൻ വരുന്നവരോട് അതിൻ്റെ ദൂഷ്യഫലങ്ങളും ഫുഡ് ഇൻട്രാക്ഷൻസും മറ്റും പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതാണ്. ഇതൊരു ഫാർമസിസ്റ്റിൻ്റെ പ്രഥമ കർത്തവ്യം കൂടിയാണെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചോട്ടെ. അതുപോലെ തന്നെ എനിക്ക് ഫാർമസി വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഈ അവസരം, ഈ ലോക്ക്ഡൗൺ കാലം നിങ്ങൾ സബ്ജക്റ്റിനെ കൂടുതൽ അറിയാനും കൂടുതൽ വായിക്കുവാനും പ്രയോജനപ്പെടുത്തുക. വിദേശത്തുള്ള പല പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളുടെയും ഓൺലൈൻ കോഴ്സുകൾ ധാരാളം അവൈലബിൾ ആണ് ഇപ്പോൾ. ഈ ഷോർട്ട് ടൈം കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം ഇതിലൂടെ നേടുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ ഭാവിയിൽ വളരെ പ്രയോജനിക്കും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്കിടയിലും ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ധാരാളം സമയം കിട്ടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കൂടി നിങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ ലോക്ക്ഡൗൺ കാലത്തും കോവിഡ് പ്രതിരോധ പ്രവർത്തന സമയത്തും സർക്കാരിനോടും പൊതുജനങ്ങളോടും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാൻ കഠിനാധ്വാനം ചെയ്ത എല്ലാ ഫാർമസിസ്റ്റുകൾക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സാർ ഞങ്ങളോട് കുറച്ച് സമയം ചെലവഴിച്ചതിന്. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ഫാർമസി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ ദിനേശ് കുമാർ സാറാണ്. ദിനേശ് കുമാർ സാർ, സാർ നമസ്കാരം. സാർ നമസ്തേ. സാർ, COVID-19 ഫാർമസി സമൂഹം, സാറിൻ്റെ ഒരു നിരീക്ഷണം. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സ്തുത്യർഹമായ സേവനങ്ങളാണ് അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും ഫാർമസിസ്റ്റുകൾ കാഴ്ചവെക്കുന്നത്. COVID-19 പ്രതിരോധിക്കുവാനുള്ള ഔഷധങ്ങളുടെ നിർമ്മാണത്തിലും വിതരണത്തിലും ഫാർമസി സമൂഹം ഉണർന്നു പ്രവർത്തിച്ചതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനത്തിനും ലോകരാജ്യങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുവാൻ സാധിച്ചത്. ഈ കോവിഡ് കാലത്ത് സമൂഹത്തിന്റെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിച്ച് ജനങ്ങൾക്ക് ഹാൻഡ് സാനിറ്റൈസർ നിർമ്മിച്ചു നൽകിയ നാഷണൽ കോളേജ് ഓഫ് ഫാർമസിക്കും മറ്റ് ഫാർമസി കോളേജുകൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. അതുപോലെ ഈ മഹാമാരിയെ ചെറുക്കാൻ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം രാപ്പകലില്ലാതെ അധ്വാനിച്ച പ്രിയ ഫാർമസിസ്റ്റുകൾക്കും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. സാമൂഹിക ഒരുമയോടെ ഈ കാലത്തെയും നമുക്ക് അതിജീവിക്കാം. വളരെ വളരെ നന്ദി സാർ. വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് താങ്കൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞത്. വളരെ നന്ദി. ഞങ്ങളോട് കുറച്ച് സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. അടുത്തതായി നമ്മളോട് ചേർന്ന് നമ്മളുടെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ MK ഉണ്ണികൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. Sir, do you think we have stopped the spread of COVID? Too early to say that. Experts say that India got its COVID cases from the second wave from the Gulf via Europe. The direct cases from China were very few,
and the Gulf cases came very late, say in March or so, and the impact is yet to be felt. The current lockdown has probably flattened the curve, but the problem is we are not very good at predicting. Our predicting models are all quite bad. Steven Pinker famously quotes an interesting anecdote in his book, How the Mind Works. There was a question asked to students and teachers of the Harvard Medical School. If a test to detect a disease whose prevalence is about 1 by 1,000 has a positive rate of 5%, what is the chance that a person found to have a positive result actually has a disease? Assuming that you know nothing about the person's symptoms or signs. This was a question asked, and only 18% of the 60 respondents, which includes teachers and staff of the Harvard Medical School, only 18% got the answer correct. Tversky and Kahneman, both Nobelists, studying psychology of risk appraisal, have drawn attention to the depressing, I quote, drawn attention to the depressingly low intellectual quality of our public discourse about societal and personal risk. So we must understand that we are dealing with a very big puzzle. We cannot really answer any of that. Foremost problem is lack of data. I think I would say that's the most important and probably the only problem. If you set this right, everything else will get set right. But we don't have data. No systematic procedures to capture the data. For instance, we had an H1N1 pandemic in 2009. Do we have data from it? Are we learning from the previous swine flu season? Patients even don't know their age or vaccination history, their comorbidities, ongoing prescriptions. They have only a vague idea. They don't come with their prescriptions to the hospital. They don't even know their blood group, their weight, their height, nothing. So the Nipah outbreak was quite recent. So some experience which we gained, which is still lingering in memory, such as how to trace the travel history, tracing the contacts, etc. We have some idea. That's probably the reason why Kerala survived this epidemic quite well. But do we have SOPs for executing such tasks? No. There is no data on potential COVID cases coming into the hospital as expressing as other illnesses, say pneumonia. This is an opinion which came from a virologist. So everything is based on testing COVID, and if you are positive, okay, you're a COVID case. Not if you have another symptom or symptoms of COVID and then come to the hospital, you are not still considered worthy of testing. So it's a very, very incomplete information that we are dealing with. See, innovation has been focused on new designs for ventilators, inexpensive ventilators, new entrepreneurs coming into producing them, manufacturing them, etc. That's all very fine. We have a very good engineering background. But let's first understand, ventilator is the last resort. People on ventilators have a survival chance of only about 20%. So the most critical cases go to the ventilator section. So the idea should be to prevent people getting to the stage of requiring a ventilator. Invasive ventilation is extremely risky. So what we should do is to avoid the need of ventilator care before the ventilator crisis actually happens. That is the real thing to do. But the scare systems which we have engineered here have all been focused on these kind of things based on some reading here and there. Very interesting question. In fact, I hear that many of the hospitals are lying empty because people are not having the guts to go to the hospitals in this season. But have we investigated what's going to happen or what is happening? What are the patients at OP? Patient levels in the OP and the wards. What are the changes in the prescriptions? Are we having fewer antibiotic prescriptions? Are we having fewer diagnostic tests? Which tests are less utilized these days? What about the elective surgeries? What about dental procedures? What about blood transfusions? What about emergency care? What about stents, angioplasties? What about the mortality and morbidity data from such conditions? Do we have data on that? In fact, we had a very good opportunity to capture this kind of data during the Nipah outbreak.
Sir, do you think that rural India is more capable of preventing COVID? It's not very easy to answer that. But there is some theory that argues about the microbial diversity and the susceptibility to viral infections. The more diverse the microbial community in your gut, that is your gut microbiome, the more diversity there is in the gut microbiome, the greater immunity it provides, at least against the viral infections. There's been a study in which HIV has been negatively correlated with bacterial diversity of the genome, of the microbiome. So it is possible that the rural India has a better diversity in the microbiome and therefore probably a better immunity towards COVID cases. But these are all again it has to be demonstrated in reality with data. That's where we are lacking. What we need is data. Yes. Sir, how do you sum up, sir? To sum up, I would say India first needs to focus on creating, collating, analyzing, interpreting, publishing, and sharing data. Above all, data. And we can, we envisage a lot of digital involvement here. We have very good computer specialists, isn't it? Software people are there. So they can create these digital systems for digital capture, which is easy to publish, which is easy to share, which is easy to analyze, interpret, and so on. But I don't think we have very good systems for this. Although we do it for the rest of the world, we are not doing it for ourselves. Next, we should create evidence-based systems rather than eminence-based systems. Now, it's all opinion of very few that matters really. We should create multidisciplinary teams to manage healthcare and focus more on preventive healthcare. The public health focus must be important. From therapeutic to preventive strategies, if we grow up, then I am sure India has a very great potential because we have a very good, smart, professional team here. It's just that they are not very well knit together and not working together. Thank you very much. Thank you, sir. Thank you so much for giving your time. Thank you so much, sir. ഇപ്പോഴത്തെ നമ്മുടെ ചർച്ചയിൽ മൈക്രോബയോംസിനെ പറ്റി ഉണ്ണികൃഷ്ണൻ സാർ പരാമർശിച്ചുകൊണ്ടു. അടുത്ത നമ്മളുടെ ഓൺലൈനിലുള്ള വ്യക്തി എന്ന് പറയുന്നത് മൈക്രോബയോംസിൻ്റെ ഫീൽഡിൽ റിസർച്ച് നടത്തിയ ആളാണ്. ഇറ്റ്സ് എ ലീഡിങ് സയൻറ്റിസ്റ്റ് ഇൻ എ റിസർച്ച് ലാബ് ഇൻ മെക്സിക്കോ. ഓൾസോ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പേപ്പർ റോൾ ഓഫ് ഗട്ട് മൈക്രോബിയ ഇൻ മെക്സിക്കൻ ഒബീസ് ചിൽഡ്രൻ എന്നുള്ളതാണ്. അദ്ദേഹം ഡോക്ടർ സെൽവശങ്കർ മുരുകേശൻ. അദ്ദേഹം ഇപ്പോൾ ഖത്തറിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ലോക്ക്ഡൗണിൻ്റെ എന്തോ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഖത്തറിൽ നിന്ന് മെക്സിക്കോയിലേക്ക് ഉടനെ പോകുമെന്ന് കരുതുന്നു. സെൽവശങ്കർ, ഗുഡ് മോർണിംഗ്. ഹൗ യു ഡൂയിങ്? Hi Akash, how are you? I'm doing good. It's been quite a long time. We didn't meet. I think more than a decade. I think. Here, especially in Qatar, for example, Qatar and Mexico, the situation is almost in control. In Qatar, around 6,000 cases confirmed. In Mexico, around 8,000 cases. Here, whoever is confirmed to be infected, they are completely isolated under the clinical observation in the hospitals. Here, they are almost ready with all the preparations in many meeting halls, everything. They turn into hospitals. The government is doing very, very great job, and they are well prepared. At the moment, everything's under control. But when you go to the public places like there, they ask you to use the proper protective measures like using the gloves and mask. And still now there is no particular restriction in the normal. No, it's not a complete lockdown, but people are strictly following the government guidelines. So here the infection rate is slowly it's decreasing. See, Selvashankar, there is an observation from our last speaker that there is a connection between microbiomes and viral infections. What's your take on that? Microbiomes and viral infection. So that's another very, very, very good question. Yes, of course, gut microbiome, it has a very, very important role in human body. We are more
microbiome than humans. We have more microbial cells. That's in the last few decades. Everyone is well aware the role of microbiome, especially in the gut microbiome. So, there is no particular reported study against this coronavirus, but there are many other studies which confirms that gut microbiome has a very vital role in boosting the our host immune response. So there are many ways, but how this gut microbiome can improve the host immunity is whatever the diet we take. From that diet, it can produce certain nutrients like many vitamins, especially vitamin A. There are many studies which confirms that gut microbiome can produce vitamin A, which can regulate the host immune response. But this one, so in that study, they recommend that more than take any kind of food supplements, you can take a healthy food. From that, if your microbiome is so with the healthy food, the microbiome will be healthy. That healthy microbiome can extract the important nutrients which is required for our body. So in this way, we can assure that our gut microbiome can play a vital role in getting immunity, which can protect from this kind of pathogenic conditions. Due to the time lapse and very complicated protocol to confirm the role of gut microbiome in these corona cases, it's not feasible at the moment, but definitely gut microbiome has a vital role in controlling any kind of virus infection. Thanks for your time. Thank you. Okay, Selva, thank you so much. Thank you for your time. Thank you so much. ഓക്കെ, അപ്പോൾ അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ഇപ്പം ഈ മൈക്രോബയോംസിനെ പറ്റി പറഞ്ഞപ്പോൾ മൈക്രോബയോംസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നമ്മളുടെ ആത്മാവ് എന്ന് പറയുന്ന സാധനമാണ് ഈ മൈക്രോബയോംസ് എന്നൊക്കെ പറഞ്ഞ് വിശാലമായ കൺസെപ്റ്റിൽ മറ്റു പല തിയറീസും ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കാൻ ഉള്ളത് അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ പി കെ ശ്രീകുമാർ. അദ്ദേഹം കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോൾ ബോർഡിലെ ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളറാണ്. Sir, very good morning, sir, and welcome to our show. Thank you so much for agreeing to participate in this. Sir, ഈ ലോക്ക്ഡൗൺ കാലത്ത് ആവശ്യ മരുന്നുകളുടെ ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തിയിരുന്നു. അതുപോലെ മറ്റൊരു കാര്യം, ഒരു പത്രവാർത്തയോ മറ്റോ കണ്ടതാണ്, ജനങ്ങളുടെ മരുന്നിൻ്റെ ഉപയോഗം ഗണ്യമായി കുറഞ്ഞു. സാറിൻ്റെ എന്താണ് സാർ ഇതിൽ സാറിൻ്റെ ഒരു നിരീക്ഷണം? കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ആങ്സൈറ്റി ആയിരുന്നു ജനങ്ങളുടെ. ഈ പ്രോപ്പറായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ലഭിക്കുമോ, അല്ലെങ്കിൽ പുതുതായിട്ട് അസുഖങ്ങൾക്കുള്ള മരുന്ന് ഫാമിലി മെമ്പേഴ്സിന്. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമാണ്. അന്ന് ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിരുന്നു. മിക്കവാറുമുള്ള മരുന്നുകളും നോർത്ത് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുനിന്ന് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള ആങ്സൈറ്റി ധാരാളമായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ മെഡിക്കൽ ഉപകരണങ്ങളുടെ ലഭ്യത, അതും ഡിവൈസസ്, അതും ഒരു വലിയ ഇഷ്യൂ ആണ്. ഇപ്പൊ തന്നെ കോവിഡ് പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗമായിട്ട് പറയുന്ന സാനിറ്റൈസർ, അതുപോലെ തന്നെ മാസ്ക് എന്നിവയുടെ ഗ്ലൗസ്, ഇതിൻ്റെയൊക്കെ ഒരു അവൈലബിലിറ്റി അടുത്ത ഒരു ചോദ്യചിഹ്നമായിരുന്നു. അപ്പം ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് വളരെ കാര്യക്ഷമമായിട്ടാണ് ഈ അവസരത്തിൽ ഗവൺമെന്റ് നയം എന്നുള്ള ഭാഗത്ത് അത് ചിന്തിക്കുമ്പോൾ ഏറ്റവും കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് ആൾക്കാർക്ക് മരുന്ന് ലഭ്യത ഉറപ്പുവരുത്താനായിട്ട് ധാരാളം പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡ്രഗ്സ് കൺട്രോളിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏത് മരുന്ന് ദൗർലഭ്യം അനുഭവപ്പെട്ടാലും അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അത് സംബന്ധിച്ചുള്ള പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഡോർ ഡെലിവറിക്കുള്ള സംവിധാനം അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ സർക്കുലറിലൂടെ അതിനുവേണ്ട സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ ഏരിയയിലും മെഡിക്കൽ സ്റ്റോറുകളെ, കുറേ മെഡിക്കൽ സ്റ്റോറുകളെ പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലും ഒക്കെ സെലക്ട് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ മെഡിക്കൽ സ്റ്റോറുകളിൽ കൂടെ നമുക്ക് ആവശ്യമുള്ള, അപ്പോൾ അതിന് കോൺടാക്ട് ചെയ്യാനായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ്, സെൻട്രൽ മെഡിക്കൽ സ്റ്റോഴ്സിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അത് എല്ലാ ജില്ലകളിലും പല ജില്ലകളിലും ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം, അതിലൂടെ തന്നെ നമുക്ക് അവരെ അറിയിക്കുകയും അവർ ഡോർ ഡെലിവറി നടത്തുകയും ചെയ്യും. 30 ദിവസം മുമ്പുള്ള പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിൽ പോലും
അതുവരെയുള്ള പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിൽ പോലും പറ്റും ക്രോണിക് ഡിസീസിന്. അല്ലാത്ത കേസിലൊക്കെ 7 ദിവസം വരെയുള്ള പ്രിസ്ക്രിപ്ഷൻ. പിന്നെ കൂടാതെ തന്നെ അവരുടെ ഇമെയിലിലേക്ക് നമ്മൾ അതിന് വേണ്ട രജിസ്റ്റർ ചെയ്തിട്ട് അവർ അത് എത്തിക്കുന്നതിനുള്ള സംവിധാനം, പ്രിസ്ക്രിപ്ഷൻ സ്കാൻ ചെയ്ത് അയച്ച് അതനുസരിച്ച് അത് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ട്. കൂടാതെ തന്നെ ഇപ്പം നമ്മുടെ സന്നദ്ധ സംഘടനകൾ, പിന്നെ പോലീസ് പോലെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സിസ്റ്റം, ഗവൺമെന്റ് സിസ്റ്റം, എല്ലാവരും തന്നെ ഇക്കാര്യത്തിൽ വളരെ ജാഗരൂകരാണ്. വളരെ കാര്യക്ഷമമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. ആ രീതിയിൽ മരുന്നുകൾ ആവശ്യക്കാർക്ക് എത്തിക്കാൻ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡ് വരെയൊക്കെ കൊണ്ടുപോയല്ലോ. അങ്ങനെയുള്ള വലിയ വലിയ സംവിധാനങ്ങളും ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഒരു രീതിയിലും നമുക്കൊരു പ്രായോഗിക തലത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടില്ലാതെ മരുന്നിന്റെ യൂസേജ് സ്വാഭാവികമായിട്ടും കുറേയധികം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിൽപ്പന കാര്യമായിട്ട് കുറഞ്ഞു. അത് കോവിഡിന്റെ ഒരു നേട്ടം ആണെന്ന് കുറച്ചൊക്കെ പറയാം. പക്ഷെ എന്നാൽ തന്നെയും അത് ഒരു താൽക്കാലികമായ കാര്യം മാത്രമാണ്. അത് ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ഒരുപക്ഷെ ഡോക്ടേഴ്സിനെ കണ്ട് പ്രോപ്പറായിട്ട് ഇത് ചെയ്യാനുള്ള അതുപോലെ ആക്സിഡന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് കുറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും മരുന്നിന്റെ യൂസേജ്, വിൽപ്പന കുറഞ്ഞു. ആൾക്കാർക്ക് എപ്പോഴും പുറത്തു പോയി വാങ്ങാൻ പറ്റാത്ത സാഹചര്യം ഇതെല്ലാം അഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പൊ ആ രീതിയിൽ തീർച്ചയായിട്ടും യൂസേജ് കുറഞ്ഞിട്ടുണ്ട്. സാർ, അതുപോലെ അല്പം മുമ്പ് ഹൈഡ്രോക്സി ക്ലോറോക്വിനെ പറ്റി ഒരു പരാമർശം ഉണ്ടായി. നമ്മളുടെ ആളുകൾ അതിനെ സെൽഫ് മെഡിക്കേഷൻ തുടങ്ങി. അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഹൈഡ്രോക്സി ക്ലോറോക്വിനുമായി ബന്ധപ്പെട്ട? ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന ഗുളികയുടെ കാര്യം അത് സംസാരിക്കാതിരിക്കാൻ നിർവാഹമില്ല. എന്താന്ന് പറഞ്ഞാൽ ഈ സമയത്ത് പ്രതിരോധ മാർഗങ്ങൾക്ക് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു മരുന്നാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. അപ്പോൾ ഇന്ത്യ അതിൻ്റെ ഒരു വലിയ സോഴ്സാണ്, അതിൻ്റെ മാനുഫാക്ചർ. ധാരാളം കൺട്രീസിലേക്ക് ഇത് അയക്കുന്നുണ്ട്. ഇപ്പോൾ ICMRന്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് ഇത് പ്രതിരോധത്തിന് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ്. പൂർണ്ണമായ ഒരു സ്റ്റഡീസ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പം ഒരു നിയമം വഴി അത് അങ്ങനെ ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും അത് സാധാരണ ഒരു പൗരന് പോയിട്ട് ഇത് വാങ്ങി പ്രതിരോധിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന സ്റ്റേജിലൊന്നുമല്ല. അപ്പൊ അത് കർക്കശമായിട്ട് തടയുകയും വേണം. കാരണം ഇത് ഒരു പ്രോപ്പറായിട്ട് അഡ്വൈസ് ഇല്ലാതെ, ഒരു ഡോക്ടറുടെ അഡ്വൈസോ പ്രിസ്ക്രിപ്ഷനോ ഇല്ലാതെ ഈ സാധനം വാങ്ങി കഴിക്കുന്നത് അത്യന്തം ഗുരുതരമായ പാർശ്വഫലങ്ങൾ, ഈവൻ മരണം വരെ അല്ലെങ്കിൽ ഹാർട്ടിനൊക്കെയുള്ള ഇഷ്യൂസ്. അപ്പൊ ഇതെല്ലാം മുന്നിൽ നിർത്തി ഇതിന്റെ ഈ ഇല്ലീഗലായിട്ടുള്ള സെയിൽ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് അതിനെതിരെ ശക്തമായിട്ട് സർക്കുലേഴ്സ് ഇറക്കുകയും ആ തരത്തിൽ ഓരോ സ്ഥലത്തുള്ള സ്റ്റോക്കും അത് പൂർണ്ണമായിട്ട് എത്തേണ്ട കൈകളിലാണ് എത്തേണ്ടത് എന്നുള്ള രീതിയിൽ അതിൻ്റെ കുറിപ്പടി തുടങ്ങിയ കാര്യക്ഷമമായിട്ട് അത് മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കാവുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഔഷധ വ്യാപാരികളും ഈ കാര്യങ്ങളൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നമുക്ക് പെർമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിൽ എല്ലാ രീതിയിലും ഉള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് എസെൻഷ്യൽ മരുന്നുകൾ, ഏറ്റവും അത്യാവശ്യമായിട്ട് ആൾക്കാർക്ക് ഉപയോഗിക്കേണ്ട മരുന്നുകളെ സംബന്ധിച്ച് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവൈലബിലിറ്റി ദിവസം തോറും തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് എല്ലാം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഷോർട്ടേജ് വരാത്ത രീതിയിൽ ഉള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ഇൻഡിവിജ്വൽസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബന്ധങ്ങൾ, ഇത്തരത്തിൽ മരുന്നിൻ്റെ അവൈലബിലിറ്റി പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്താനുള്ള സ്റ്റെപ്പ് തന്നെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഉദ്യോഗസ്ഥരും അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സദാ ജാഗരൂകരാണ്. ഈ സന്ദർഭത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് രക്തവും രക്തഘടകങ്ങളും. അപ്പോൾ അതിൻ്റെ ലഭ്യത ഒരു ചോദ്യചിഹ്നമായിരുന്നു. എമർജൻസി സിറ്റുവേഷനിൽ ഇത് ആൾക്കാരിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാവുന്ന ഈ ഒരു മരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഒന്നാമത് ആൾക്കാർ, ഡോണേഴ്സ് പ്രോപ്പറായിട്ട് പുറത്തേക്ക് വന്ന് ഇത് തരാൻ, രക്തം ദാനം ചെയ്യാതിരിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഈ കോവിഡ് ഭീഷണി, അത് വളരെ വലിയൊരു പ്രശ്നമാണ്. കോവിഡ് ഭീഷണി
അപ്പൊ ഈ ഭീഷണിക്കെതിരെ അപ്പം ഡോണേഴ്സ് മുന്നിലേക്ക് വരാൻ ആ ഒരു ഭീതി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ രക്തത്തിന് പലപ്പോഴും ഷോർട്ടേജ് വരാവുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ രക്തബാങ്കുകൾ ലൈസൻസോട് കൂടി തന്നെ പ്രവർത്തിക്കുന്ന രക്തബാങ്കുകളിൽ പ്രോപ്പറായിട്ട് മോണിറ്ററിങ്ങും അതുപോലെ അവരും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും വളരെയേറെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഡൊണേഴ്സിനൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ തന്നെ സന്നദ്ധ സംഘടനകൾ ബ്ലഡ് ഡൊണേഴ്സ് ഫോറം പോലുള്ള പല ഫോറംസ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി പ്രോപ്പറായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ അതും ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാസ്ക് മുതലായ സാധനങ്ങൾ, പല ടൈപ്പ് മാസ്കുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അതിനെല്ലാം ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ വഴി എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൽ വന്നതുകൊണ്ട് തന്നെ പ്രൈസ് കൺട്രോൾ നിലവിൽ വന്നു. അപ്പോൾ കരിഞ്ചന്ത പൂഴ്ത്തിവെക്കലൊന്നും പറ്റാത്ത സാഹചര്യവും സാനിറ്റൈസർ മുതലായവയ്ക്ക് മാക്സിമം MRP തുടങ്ങിയവ കാര്യക്ഷമമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യാനുള്ള അമിതവില ഈടാക്കുന്ന നടപടികൾ ഒഴിവാക്കാനും ഒക്കെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. സാർ വളരെ 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 നന്ദി സാർ. ഞങ്ങളോട് അല്പസമയം സാറിൻ്റെ ഈ തിരക്കേറിയ ഇതിൽ നിന്നും അല്പസമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. അടുത്തതായി നമ്മളോട് ചേരുന്നത് ഈ കൊറോണ ഔട്ട് ബ്രേക്ക് ഉണ്ടായ സമയത്ത് ചൈനയിൽ ഉണ്ടായിരുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അതുൽ രാജ്. നമ്മളുടെ NCP അലൂമിനീസ് അത്യാവശ്യം എല്ലായിടത്തും ഉണ്ടെങ്കിലും ചൈനയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിനടിയിൽ റിപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമുക്ക് അതുൽ രാജിലേക്ക് പോകാം. ഹലോ അതുൽ, ഗുഡ് മോർണിംഗ്. അതുലിനെ പറ്റി ഒരു 2 വാക്ക് പറഞ്ഞിട്ട് ഒരു ചോദ്യം. അതായത് എന്തായിരുന്നു അവിടെയുള്ള ഇനിഷ്യൽ റെസ്പോൺസ് ചൈനീസ് പീപ്പിളിൻ്റെ ഈ ഔട്ട് ബ്രേക്ക് തുടങ്ങിയ സമയത്ത് എന്തായിരുന്നു അവളുടെ ആദ്യത്തെ ഒരു ഇനിഷ്യൽ റെസ്പോൺസ്? ഗുഡ് മോർണിംഗ് ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദ നാഷണൽ കോളേജ് ഓഫ് ഫാർമസി. എൻ്റെ പേര് അതുൽ രാജ്. ഞാൻ ചൈന 3 കോർസസ് യൂണിവേഴ്സിറ്റിയിലെ ലാസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇനിഷ്യൽ റെസ്പോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ അറിഞ്ഞത് December 31 തന്നെ അവിടെ കോവിഡ് ഡിറ്റക്ട് ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു January 10 ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു റെസ്പിറേറ്ററി ഡിസീസ് അവിടെ സ്പ്രെഡ് ആവുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നു. ന്യൂമോണിയ കോസ് ചെയ്യുന്ന ഒരു റെസ്പിറേറ്ററി ഡിസീസ് സ്പ്രെഡ് ആവുന്ന പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് January 19 ആയപ്പോഴാണ് ഇങ്ങനെ ഇതൊരു കൊറോണ എന്ന് പറഞ്ഞിട്ടൊരു വൈറസ് ആണ്, അത് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നുള്ള കാര്യം അറിയുന്നത്. ആ സമയത്ത് പബ്ലിക്കിലോട്ട് ഇറങ്ങിയപ്പോൾ പക്ഷേ പബ്ലിക്കിനൊന്നും യാതൊരു ധാരണയില്ല ഇതിനെക്കുറിച്ച്. അവിടെ എല്ലാം ഡെയിലി ലൈഫ് പോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്, ആരും മാസ്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ സീരിയസ്നെസ് മനസ്സിലായി. ഇത് 2003 ഒരു സമയത്ത് വന്നതാണല്ലോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ 24th ആയപ്പം അവിടുന്ന് ഇറങ്ങിയതാണ്. 24th ഞങ്ങൾ രാവിലെ അവിടുന്ന് ഇറങ്ങി ഉച്ചയ്ക്ക് 2 o'clock ആയപ്പോഴത്തേക്കും ഫുൾ ലോക്ക്ഡൌൺ ആയി സിറ്റി. വുഹാൻ അതിന് 2 ദിവസം മുമ്പേ ലോക്ക്ഡൌൺ ആയി. ഞങ്ങൾ തൊട്ടടുത്ത് ഇച്ചാങ് എന്ന് പറഞ്ഞിട്ട് സിറ്റിയിലാണ്. അപ്പം ഇച്ചാങ് 24th ഉച്ചയ്ക്ക് 2 മണിക്ക് ലോക്ക്ഡൌൺ ആയി. ഞങ്ങൾ എന്തോ ഭാഗ്യത്തിന് രാവിലെ 10 മണിയായപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നതാണ്. അതുൽ, അറിയാൻ വയ്യാത്തതുകൊണ്ടുള്ള ഒരു ചോദ്യമായിട്ട് വിചാരിക്കുക. അവിടെ എങ്ങനെയാണ് ഈ ഫാർമസി സെറ്റപ്സ്? ഐ മീൻ അവിടെ എന്താണ് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രശ്നം അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിലേ മറ്റു അങ്ങനെ കേൾക്കുന്നത്? എങ്ങനെയാണ് അവിടുത്തെ ഒരു രീതികൾ? ഫാർമസികളൊക്കെ വന്നിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലായിടത്തും ഫാർമസികളുണ്ട്. പ്രത്യേകിച്ച് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടുന്ന മരുന്ന് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഫോണിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അവർ മെഡിസിൻ എടുത്തു തരും. ഇപ്പൊ ഇംഗ്ലീഷ് മെഡിസിൻ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ അതിന്റെ തന്നെ ചൈനീസ് വെറൈറ്റി അവർക്ക് കാണും. അവർ അന്നേരം അതെടുത്ത് തരിക പതിവാണ്. പ്രത്യേകിച്ച് പ്രിസ്ക്രിപ്ഷന്റെ ഒന്നും ആവശ്യമില്ല. താങ്ക് യു അതിൽ. താങ്ക് യു സോ മച്ച് അത്ര നേരം ഞങ്ങളോട് സഹകരിച്ചതിന്. അതിലൊരു വ്ളോഗർ കൂടിയാണ്. അതിൻ്റെ വ്ളോഗിൻ്റെ ലിങ്കാണ് നമ്മളുടെ താഴെ സ്ക്രോൾ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അമേരിക്കയെ പറ്റി ഒരുപാട് ട്രോളറൊക്കെ ഇറങ്ങുന്നുണ്ട്. അമേരിക്കയുടെ തോക്കുകൾ മാത്രമേ ഉള്ളൂ, ഒരു പാരസെറ്റമോളും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നമ്മളോട് നമ്മളുടെ അലൂമിനി ചേരുന്നു മുഹമ്മദ് ഷമീർ ജോർജിയ യൂണിവേഴ്സിറ്റിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് മനസ്സിലായത് ഷമീറിലേക്കാണ്. ഗുഡ് മോർണിംഗ് ഷമീറിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ നമ്മളുടെ കാണുന്ന ഷമീറിനെ അറിയാത്ത പുതിയ ആളുകൾക്ക് വേണ്ടി. ഓക്കെ. ഞാനിപ്പോ US ജോർജിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ കെമിസ്ട്രിയിൽ PhD സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. അതെ, കെമിസ്ട്രി എന്നൊരു വീക്ക്നെസ് ആയിരുന്നല്ലോ ഷമീറിന്റെ.
ഷമീർ, എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? കോവിഡിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയുണ്ട്? നമ്മൾ ഈ പത്രങ്ങളിൽ കാണുന്ന പോലെയൊക്കെ തന്നെയാണോ, അതോ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ? ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ജോർജിയ സ്റ്റേറ്റിലാണ് ഇപ്പൊ താമസിക്കുന്നത്. ഇവിടെ ജോർജിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞ അതായത് മാർച്ച് 10th തൊട്ടിട്ട് ഇവിടെ ലോക്ക്ഡൗൺ ആണ്. ഒഫീഷ്യൽ ലോക്ക്ഡൗൺ അല്ല, യൂണിവേഴ്സിറ്റി ക്ലോസ് ചെയ്തു. പിന്നെ ഗവർണർ ഇപ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് 2 ആഴ്ച മുമ്പാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആണ്. പക്ഷെ എന്നാലും നമ്മൾ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലോക്ക്ഡൗൺ ഇവിടെ ആരും ഫോളോ ചെയ്യുന്നില്ല. ആളുകൾ ഇപ്പോഴും പാർക്കിലും പിന്നെ അതേപോലെ ജോഗിങ്ങിന് പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഇപ്പൊ ഇന്നത്തെ കണക്ക് പ്രകാരം ഏകദേശം 800ഓളം ആളുകൾ മരിച്ചു. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഏകദേശം 20,000 ആവാറായി. അതാണ് ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ്. ഷമീർ പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് കണക്കുകളെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാലും മറ്റു ഒരു ചോദ്യം കൂടെ. ഇപ്പം ഷമീർ മറ്റൊരു കാര്യം അറിയാൻ കഴിഞ്ഞ, അവിടെ ലോക്ക്ഡൌണിനെതിരെ ജനങ്ങളുടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെ? അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പൊ മിഷിഗണ് അതേപോലെ ഫ്ലോറിഡ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. മെയിനായിട്ട് പിന്നെ ഇവിടെ അടുത്ത നവംബറിൽ ഇലക്ഷൻ നടക്കാൻ പോവാണല്ലോ. അപ്പൊ ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതൽ ആവുമ്പോൾ ഇവർക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് പ്രസിഡന്റിന് ഫേവർ ആവില്ല എന്ന് വിചാരിച്ചിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ലോക്ക്ഡൌൺ പിൻവലിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ സിറ്റുവേഷൻ. ഈ വെസ്റ്റേൺ കൺട്രീസിൽ പൊതുവെ ഈ എക്സ്പെൻസ് കൂടുതലാണല്ലോ ഈ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്. നമ്മൾ കേരളത്തെ അപേക്ഷിച്ച് കേരളത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ ട്രീറ്റ്മെന്റിനൊക്കെ എക്സ്പെൻസീവ് ആണ്. അതെ, അത് ഒരു കാരണമായിട്ട് തോന്നിയിട്ടുണ്ടോ ഇവിടെ ഇത്രയും ഈ റേറ്റ് കൂടാൻ ഉള്ള ഒരു കാരണമായിട്ട് ഷമീറിന് തോന്നുന്നുണ്ടോ? അത് തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ഗവൺമെന്റ് കാര്യമായിട്ട് ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ ഗവൺമെന്റ് ആണല്ലോ അതും ലീഡ് ചെയ്യുന്നത് ഈ കോവിഡ് ഫൈറ്റ്. ഇവിടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ എയ്ഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് അതിനനുസരിച്ച് നമ്പർ ഓഫ് കേസസും കൂടുന്നുണ്ട്. കാരണം ടെസ്റ്റ് കൂടുന്നു, അതിനനുസരിച്ച് നമ്പർ ഓഫ് കേസസ് കൂടുന്നു. ഓക്കെ ഷമീർ, എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഷമീർ അവസാനിപ്പിക്കാം? എന്താണ് നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ അനുഭവിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ ആ സ്റ്റേജിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് മാക്സിമം ലോക്ക്ഡൌൺ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യാം. ആ സ്റ്റേജിലേക്ക് എത്താതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ. നമ്മളോട് ചേരുന്നു മിസ് വിനീത ഫ്രം മസ്കറ്റ്. വിനീതയുടെ വാക്കുകളിലേക്ക്. ഞാനിവിടെ ഒമാനിൽ മസ്കറ്റിലാണുള്ളത്. മസ്കറ്റിൽ തന്നെ മൊബൈല എന്ന് പറയുന്ന ഒരു പ്ലേസിലാണുള്ളത്. ബാക്കി എല്ലായിടത്തെയും പോലെ തന്നെ ഇവിടെയും COVID-19 എല്ലാവരെയും കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഡെയിലി ലൈഫിനെ കാര്യമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം ആദ്യം തുടങ്ങി ഇവിടെ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. ഏപ്രിൽ മിഡിൽ വരെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് മെയ് 8 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മസ്കറ്റ് റീജിയനിലാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസസ്. ഇപ്പോൾ 1500 മേലെ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 1100ഓളം കേസസും ഈ മസ്കറ്റ് റീജിയനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചുകൂടി സ്ട്രിക്റ്റാണ് റൂളും കാര്യങ്ങളൊക്കെ. പിന്നെ എമർജൻസി സർവീസ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി സർവീസുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഡെയിലി ഇൻകം കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തിരിക്കുന്നു. അതുകൂടാതെ പ്രൈവറ്റ് സെക്ടേഴ്സൊക്കെ നിർബന്ധിതമായ അവധി എടുപ്പിച്ച് വീട്ടിലിരുത്തുന്ന ഒരു പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഗവൺമെൻറ് പുതിയ റൂൾ ഇറക്കിയിരിക്കുകയാണ്. ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് വിദേശികളെ പിരിച്ചുവിടാനുള്ള ഒരു അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച റംദാൻ സ്റ്റാർട്ട് ചെയ്യാണ്. റംദാനിൽ ഇപ്പോൾ എല്ലാ പ്രാവശ്യവും ഉണ്ടാവുന്ന പോലെയുള്ള സമൂഹ നോമ്പ് തുറയോ പള്ളി തുറക്കൽ പോലും ഉണ്ടാവില്ല എന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒമാനിലത്തെ പ്രശസ്തമായിട്ടുള്ള സലാല ടൂറിസം ഫെസ്റ്റിവൽ അത് ഇപ്രാവശ്യം നടത്തില്ല എന്നുള്ളത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു കേട്ടു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ്. സ്ട്രിക്റ്റ് തന്നെയാണ്, കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു വിനീത, താങ്ക് യു സോ മച്ച്. താങ്ക് യു.
അടുത്തതായി നമ്മളോട് ചേരുന്നത് പ്രിയ സ്നേഹിതൻ സജിനാണ്. സജിൻ കാനഡയിൽ നിന്നാണ് നമ്മളോട് ഇപ്പോൾ ചേരുന്നത്. അലാസ്കയോട് ചേർന്ന് കിടക്കുന്ന ഏതോ സ്ഥലമാണെന്ന് തോന്നുന്നു. ഫുൾ എപ്പോഴും പകലാണെന്നൊക്കെ ഞാൻ കേൾക്കുന്നു. സജിൻ, ഗുഡ് മോർണിംഗ് സജിൻ. ഹൗ ആർ യു? ഹലോ സജിൻ. Hi, good morning. I'm doing good. How about you? Hope you're all doing safe. Thanks for asking. Sajin, in your opinion, how did COVID affected your personal life and professional life? Can you differentiate it a little bit? Like many other countries in the world, Canada is also affected with the COVID-19. So far, the number of positive cases has gone up to 35,000. The COVID-19 has affected both daily life and professional life of a person. If you're talking about the professional life, only the essential workers are working right now. Most of them are recommended to wear a PPE while doing their work. I'm working in the hospital pharmacy. I'm also recommended to wear a PPE during my duties in my hospital. Most of the routine patients are discharged and they are expecting more COVID patients to come to their emerge room. Okay, Sajin, ഇപ്പോൾ ഇവിടെ കാറിലാണോ? ജസ്റ്റ് ചുറ്റുപാടുമൊക്കെ ഒന്ന് കാണിക്കാവോ? Can you show around a little bit here and there? Yeah, I just came here for shopping, the regular grocery shopping. All I can see is like empty parking lots and empty shopping malls. I'll send you a video right after this. Thank you. Thanks. Thank you so much. Thank you. അടുത്തതായി നമ്മളോട് ചേരുന്നത് ഫറൂഖാണ്, ഹസാൻ ഫറൂഖ് നമ്മളുടെ കോളേജിൻ്റെ ഒരു വെൽവിഷറാണ്. നമ്മളുടെ പല സെമിനാറുകൾക്കും സിമ്പോസിയത്തിനും ഒക്കെ വന്നിട്ടുള്ള ആളാണ്. ഫറൂഖ്, ഗുഡ് മോർണിംഗ് ഫറൂഖ്. ഫറൂഖ്, യു ആർ ഡൂയിങ് ഗുഡ് ഫറൂഖ്, എങ്ങനെയാണ് മെഡിക്കൽ അഫയേഴ്സ് ഫംഗ്ഷനെ കോവിഡ് ഇമ്പാക്ട് ചെയ്യുന്നത്? With COVID-19 a pandemic, medical affairs will face acute strain on short term, and they will have to really plan well to stay relevant on a longer term. Medical affairs leaders are being asked to step up their service within the organizational frame to meet the growing requirements of physicians, patients, and other internal associates. Few of the areas within medical affairs which will experience a drastic change include medical information, customer engagement, congress and conferences for data dissemination. Coming to medical information, this would be the one which will experience the real heat because there would be an overwhelming demand for increased medical information. As all of you know, keeping people up to date on pandemic would be the most effective way to deal with it. Similar way, congresses and symposia, most of them being either cancelled or postponed, will have to be conducted on virtual platforms. So, medical affairs need to be familiar with new digital tools. Organizations which have invested heavily on these platforms would reap reward soon. Training of healthcare providers, increasing use of technology, telemedicine would definitely pick up in the coming days. As for individual associates, they should utilize this phase for self-learning and development. Stay safe, stay healthy. Thank you. Thank you ഫറൂഖ്. ഞാനിവിടെ ഈ ചർച്ച തുടരുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ സ്ട്രീമിംഗ് പോസ്റ്റ് ചെയ്യുകയാണ്. ഇത് റെക്കോർഡ് ചെയ്ത് മറ്റൊരു സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ സ്ട്രീമിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഒരു മിനിറ്റ്, നമ്മുടെ ചന്ദന ഓൺലൈനിലുണ്ട്. ചന്ദന, ഗുഡ് മോർണിംഗ്.
Good morning, sir. നമ്മളുടെ NCPയിലെ ഏത് പ്രോഗ്രാം നടന്നാലും ചന്ദനയുടെ ഒരു പാട്ടില്ലാതെ ഒരു പരിപാടിയില്ലായിരുന്നു. ചന്ദന ഒരു 2 വാക്ക് അതിനുശേഷം ചന്ദനയിലേക്ക് ഒരു മിനിറ്റ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഐ ആം സൈനിങ് ഓഫ്. സെക്കൻഡ് പാർട്ടുമായി ഉടനെ വരുന്നതാണ്. അടുത്ത പാർട്ടിൽ നമ്മളോട് ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ച് അധ്യാപകരാണ്. ഫ്രം അണ്ണാമല യൂണിവേഴ്സിറ്റി, ഫ്രം വിനായക മിഷൻ, അങ്ങനെ കുറച്ച് ആളുകൾ നമ്മളോടൊപ്പം ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ടിൽ ദെൻ ബൈ. Hi everyone, I hope everybody is fine and keeping good health. I didn't mean just physical health but mental health as well. And what I want to say is that after all of this is over, I hope we step out more often, look away from our phones, smile at strangers maybe. I hope we hug a little longer, breathe a little deeper, and love a little harder. I would also like to dedicate few lines for you guys. ഇതും പോയി പോകും വരൂ മുന്നേറിടാം, വിരൽ കോർക്കേണ്ട മനം ചേർക്കാമിനി. ഇതും പോയി പോകും വരൂ മുന്നേറിടാം, വിരൽ കോർക്കേണ്ട മനം ചേർക്കാമിനി. നോവുകടലുകൾ മാറി മുറിവുകൾ നീന്തും നമ്മൾ വന്നെത്തിയിടുമൊന്നായി. ഇതും പോയി പോകും വരൂ മുന്നേറിടാം, വിരൽ കോർക്കേണ്ട മനം ചേർക്കാമിനി. Thank you guys. Please stay home and stay safe.